ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസിന്റെ 4ാം ഘട്ടം എഴുതുന്നവർക്കും അതുപോലെയുള്ള മറ്റ് PSC എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 10th പ്രിലിംസിന്റെ 3ാം ഘട്ടത്തിൽ ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതിന്റെ കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചത്: വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത്? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സിലബസ് അനുസരിച്ച് വിറ്റാമിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക് ആണ്. പിന്നെ ഇവിടുത്തെ ഓപ്ഷൻ കണ്ടാൽ അറിയാം, ഈ ഓപ്ഷൻസ് നമ്മളെ ജ്ഞാനേന്ദ്രിയം അല്ലെ, സെൻസ് ഓർഗൻ പഠിക്കുമ്പോൾ നമ്മളെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങള് ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം. കണ്ണിനെ ബാധിക്കുന്ന കുറെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ആ കൂട്ടത്തില് വിറ്റാമിൻ എ ആയിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഓപ്ഷൻ എന്താണ്? മയോപ്പിയ, നിശാന്തത, വർണ്ണാന്തത, ഗ്ലോക്കോമ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യമായിട്ട് പല രീതിയിലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒഴിവാക്കരുത്, എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. വിറ്റാമിൻ എ എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ എന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്ന കണ്ണിനുണ്ടാവുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായിട്ട് നമ്മൾ 2 രോഗങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. അതിലൊന്ന് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്ന രോഗം, രണ്ടാമത്തേത് സിറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗമാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടുമാണ് ഡയറക്റ്റ് ചോദിക്കുക. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഉണ്ടല്ലോ അല്ലെ. ഓപ്ഷൻ ബിയിൽ കാണാം നിശാന്തത എന്ന് കാണാം. അതാണ് എന്ത് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, നിശാന്തത. റെഡി, ക്ലിയർ അല്ലെ? നിശാന്തതയ്ക്കാണ് നമ്മള് നൈറ്റ് ബ്ലൈൻഡ്നസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയും. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻ കണ്ടാൽ അറിയാം, ബാക്കിയുള്ളതെല്ലാം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട രോഗം തന്നെയാണ് അല്ലെ. പക്ഷേ ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഇപ്പൊ വിറ്റാമിൻ എ ആയിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്ത, അപ്പൊ ആ രോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊന്ന് വേഗം ഒന്ന് നോക്കാം. കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങള് ഞാൻ പറഞ്ഞു, ഈ 2 രോഗങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കാം. നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്, സിറോഫ്താൽമിയ. ഈ 2 രോഗത്തിനും കാരണം വിറ്റാമിൻ എന്റെ അഭാവമാണ്. പക്ഷെ ചോദിക്കുമ്പോൾ അതിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും വ്യത്യാസമാണ്. ആ ലക്ഷണങ്ങൾ ചോദിക്കുമ്പോൾ നിശാന്തതയും സിറോഫ്താൽമിയ ആൻസർ ചെയ്ത് മാറിപ്പോകരുത്. നിശാന്തത പേര് പോലെ എന്താ? നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുമ്പോൾ നൈറ്റ് എന്നതല്ല, ലൈറ്റ് ഒന്ന് മങ്ങുന്ന സമയത്ത് അല്ലെ, മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പം മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന രോഗമാണ് നിശാന്തത എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. കാഴ്ച വർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാൽ വിറ്റാമിൻ എയിൽ നിന്നും രൂപം കൊള്ളുന്നതാണ്. കാഴ്ച വർണ്ണകം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റോഡ് കോശങ്ങളെ കുറിച്ചും അതേപോലെ കോൺ കോശങ്ങളെ കുറിച്ചുമാണ്. കണ്ണിൽ കാണപ്പെടുന്ന പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും അല്ലെ. റോഡ് കോശങ്ങള് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കും. കോൺ കോശങ്ങളാണെങ്കിലോ തീവ്ര പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നതാണ്. അപ്പൊ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന റോഡ് കോശങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വർണ്ണകമാണ് റോഡോപ്സിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഏതാണ്? റോഡോപ്സിൻ. അപ്പം റോഡോപ്സിൻ എന്ന് പറയുന്ന വർണ്ണകത്തിന്റെ ഉൽപാദനവും ഒക്കെ എന്ത് ചെയ്യാണ്? വിറ്റാമിൻ എ കുറയുമ്പോൾ കുറയും. അതുകൊണ്ടാണ് നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ വ്യക്തമായി കാണാൻ കഴിയാത്തത്. അപ്പൊ ആ രോഗം ഓർമ്മിക്കുക. ഇങ്ങനെയാണ് ആ ഒരു സിംറ്റം ചോദിക്കുക. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത രോഗം എന്താ? സിറോഫ്താൽമിയ എന്ന് പറയുന്നതാണ് അല്ലെ. സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എന്റെ തുടർച്ചയായ അഭാവം ഉണ്ടാകുന്ന സമയത്ത് ഏത് ഭാഗമാണ് എടുത്ത് ചോദിക്കുക? കണ്ണിലെ കോർണിയ എന്നെടുത്ത് പറയും. കണ്ണിന്റെ മുന്നിലത്തെ ഭാഗമായിട്ടുള്ള ഒരു കോർണിയ എന്ന് പറയുന്ന ഭാഗമാണ് അല്ലെ, ഏറ്റവും മുന്നിലായിട്ട് കാണപ്പെടുന്ന ആവരണമാണ്. അതിൽ കൂടെയാണ് പ്രകാശം ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. അപ്പൊ ആ കോർണിയ വരണ്ടു പോവാണ്, ഡ്രൈ ആയിട്ട് അതാര്യമാവുന്നു. അതാര്യം എന്ന് വെച്ചാൽ എന്താ? പ്രകാശത്തിനെ കടത്തിവിടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെ എടുത്തു ചോദിച്ചാൽ മാത്രമാണ് സിറോഫ്താൽമിയ എന്ന് ആൻസർ പറയേണ്ടത്. 2നും വിറ്റാമിൻ എ ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും 2ന്റെയും എക്സ്പ്ലനേഷൻ വ്യത്യാസമാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നോക്കിയേ, അടുത്തെന്താ? വർണ്ണാന്തത. ഓപ്ഷനിൽ നമ്മൾ കണ്ടതാണ് അല്ലെ. വർണ്ണാന്തത എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടല്ലേ അല്ലെ. നോക്കിയേ, ഇവിടെ എന്താ? വർണ്ണാന്തത കളർ ബ്ലൈൻഡ്നസ് ആണ്. കളർ തിരിച്ചറിയാൻ പറ്റാത്തത്. കളർ എന്ന് പറയും പ്രധാനമായിട്ട് നമുക്കറിയാം പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പച്ച, ചുവപ്പ്, നീല അല്ലെ. ഇതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രാഥമിക വർണ്ണങ്ങൾ 3 ഉള്ളതില് പച്ച അല്ലെ, ചുവപ്പ്, നീലയാണ് പ്രാഥമിക വർണ്ണം. ഈ കൂട്ടത്തില് ഏതൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പച്ചയും ചുവപ്പും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ വർണ്ണാന്തത. നീലയ്ക്ക് പ്രശ്നം അങ്ങനെ പറയുന്നില്ല അല്ലെ. ഏതൊക്കെയാണ്? പച്ചയും ചുവപ്പും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് കാരണം എന്താ? നമ്മളെ നിറങ്ങൾ കാണാൻ, നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹി കോശം
കോൺ കോശങ്ങളാണ്. ഓക്കെ, റോഡ് കോശം മങ്ങിയ വെളിച്ചത്തിൽ കാണാനും കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിൽ കാണാനും വർണ്ണങ്ങൾ തിരിച്ചറിയാനൊക്കെയാണ് സഹായിക്കുക. ഓക്കെ, അപ്പൊ ഈ കോൺ കോശങ്ങൾക്ക് തകരാറുണ്ടാവാണ്. ഈ പച്ചയും ചുവപ്പും തിരിച്ചറിയാൻ കഴിയുന്ന കോൺ കോശങ്ങൾക്ക് തകരാറ് വരുമ്പം ആ നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരും. അതിനെയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. വർണ്ണാന്ധതയ്ക്ക് നമ്മൾ ഡാൾട്ടനിസം എന്നുള്ള പേരൊക്കെ ഇട്ട് പറയുന്ന അസുഖം കൂടിയാണ് എന്ത്? വർണ്ണാന്ധത. ഡാൾട്ടനിസം എന്ന് പറയാറുണ്ട്. ഡാൾട്ടനിസം എന്ന് പറയും. ഓക്കെ, റെഡി, ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഒരു ജനിതകപരമായിട്ടൊക്കെ കിട്ടുന്നതാണ്. വിറ്റാമിൻ എ ആയിട്ട് ബന്ധമില്ലാത്ത രോഗമാണ് കേട്ടോ. ഇനി അടുത്ത് എന്താ? ഗ്ലോക്കോമയാണ് അല്ലെ. ഗ്ലോക്കോമ എന്ന് പറയുന്ന സമയത്ത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ്. അവിടെ എങ്ങനെ ചോദിക്കുക? നമ്മളെ കണ്ണിനകത്ത് അക്വസ് ദ്രവം എന്ന് പറയുന്ന ഒരു ദ്രവം രൂപപ്പെടും. അതെവിടുന്ന? കണ്ണിനകത്തുള്ള രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന ദ്രാവകമാണ് അക്വസ് ദ്രവം. അത് കണ്ണിലെ കലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഒരു ദ്രവമാണ് അക്വസ് ദ്രവം. ഓക്കെ, ഇത് ഓക്സിജനും പോഷകങ്ങളും കണ്ണിലെ കലകൾക്ക് കൊടുത്താൽ ഇത് തിരിച്ച് രക്തത്തിലേക്ക് തന്നെ പോകും. എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും അടുത്ത ന്യൂട്രിയൻസിനെയും ഓക്സിജനും ഒക്കെ ആയിട്ട് പിന്നെയും രൂപപ്പെടുക, പിന്നെയും തിരിച്ചു പോവുക. കാരണം ആ രൂപപ്പെടുന്നു, പുനരാകിരണം ചെയ്യപ്പെടുന്നു, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ദ്രവമാണ്. പക്ഷെ ചില അവസരത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ രക്തത്തിലേക്ക് തിരിച്ചു പോവാതെ, പുനരാകിരണം നടക്കാതെ കണ്ണിൽ തന്നെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അങ്ങനെ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? കണ്ണിനകത്ത് ഈ ദ്രാവകത്തിന്റെ അളവ് കൂടി വരികയും കണ്ണിൽ മർദ്ദം കൂടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ തന്നെ എടുത്തു പറയും. ഓക്കെ, അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. അങ്ങനെ കണ്ണിലെ മർദ്ദം കൂടിയാൽ കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള പ്രധാനപ്പെട്ട പാളിയാണ് റെറ്റിന അല്ലെ, റെറ്റിന. ആ റെറ്റിനയ്ക്കും നമ്മളെ കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾക്കൊക്കെ നാശമുണ്ടായി അവസാനം നമ്മൾ എന്ത് ചെയ്യാണ്? അന്ധതയിലേക്ക് പോവുകയാണ് ചെയ്യുക. ഈ ഒരു പ്രശ്നത്തിനെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാലും ചികിത്സയൊക്കെ ഉണ്ട്. എന്ത് ചികിത്സയുള്ളത്? നമ്മൾ ലേസർ ശസ്ത്രക്രിയയിലൂടെ എന്ത് ചെയ്യാം? ഇതൊക്കെ പരിഹരിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം ഈ രോഗമാണ് ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു രോഗം കൂടിയാണ് ഇത് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഏതാ? തിമിരമാണ് അല്ലെ. തിമിരം നമ്മൾ കേൾക്കുന്നതാണ്. തിമിര ശസ്ത്രക്രിയ, കാറ്ററാക്ട് സർജറി. അപ്പൊ അവിടെ എന്താ? കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നു. ഓക്കെ, റെഡി. നേരത്തെ കോർണിയ വരണ്ട അധാര്യം എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എ സിറോഫ്താൽമിയാണ്. ഇത് ലെൻസ് അധാര്യമാകുന്നു എന്ന് പറഞ്ഞാൽ മാത്രമാണ് തിമിരം എന്ന് പറയേണ്ടത്. ഇവിടെ വിറ്റാമിൻ എക്ക് ഡയറക്റ്റ് റോൾ ഇല്ല. ഓക്കെ, അപ്പം കണ്ണിന്റെ ലെൻസ് അധാര്യമായുള്ള പ്രശ്നം എന്താ? ലെൻസിൽ കൂടിയാണ് പ്രകാശം കടന്നു പോകേണ്ടത്. അധാര്യമായാൽ പ്രകാശം കടന്നു പോകുന്നില്ല, അങ്ങനെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ അവസ്ഥയാണ്. തിമിരം വന്നാൽ എന്താ ചെയ്യാ? തിമിര ശസ്ത്രക്രിയ ചെയ്യുന്ന നമ്മൾ കേൾക്കുന്നല്ലേ അല്ലെ. അപ്പൊ തിമിരം വന്നു കഴിഞ്ഞാൽ ഇതാ തിമിര ശസ്ത്രക്രിയയാണ്. എന്നിട്ട് ആ ലെൻസ് മാറ്റിവെക്കുകയാണ് ചെയ്യുക. ആ അധാര്യമായ ലെൻസിനെ നമ്മൾ മാറ്റിവെക്കും. വേറെ രോഗമാണ് എന്ത്? ചെങ്കണ്ണ്. കണ്ണിനെ ബാധിക്കുന്ന വേറെ രോഗമാണെന്ത്? ചെങ്കണ്ണ്. കേട്ടതാണല്ലോ അല്ലെ. കണ്ണിന് ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവിറ്റിസ് എന്ന് പറയുമ്പം ചെങ്കണ്ണ്, കൺജങ്ക്റ്റൈവ, അങ്ങനെ ആലോചിച്ചൂടെ അല്ലെ. അപ്പൊ കണ്ണിനകത്തുള്ള എന്നുവെച്ചാൽ കണ്ണിന്റെ നമ്മൾ ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കണ്ണിന്റെ ഏറ്റവും പുറത്തായിട്ട് രണ്ട് വശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പുറമെ കാണപ്പെടുന്ന ഒരു ആവരണമാണ് കൺജങ്ക്റ്റൈവ. ആ കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ, ഇൻഫെക്ഷൻ, നമ്മൾ ആ കണ്ണിന്റെ ആ കൺജങ്ക്റ്റൈവ എന്ന് പറയുന്ന ആവരണത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ ബാക്ടീരിയ ആയിരിക്കാം, വൈറസ് ആയിരിക്കാം. അങ്ങനെ കണ്ണ് ചുവന്ന് വരും അല്ലെ. ചുവന്ന കണ്ണ് കാണുന്നില്ലേ? ചെങ്കണ്ണ്, കൺജങ്ക്റ്റൈവ. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ മതി അല്ലെ. അപ്പൊ ആ രോഗമാണിത്. സ്പർശനത്തിൽ കൂടെയൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന രോഗം കൂടിയാണ്. അപ്പൊ സമ്പർക്കത്തിൽ കൂടെ, സ്പർശനത്തിൽ കൂടെ പകരുന്ന ഒരു രോഗം കൂടിയാണ് ഇത്. റെഡി അല്ലേ? ക്ലിയർ. ഇനി അടുത്തത് ഇവിടെ വേറൊരു കാര്യം കൊടുത്തതാണ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. കാണാൻ അല്ലെ, ചിത്രം കണ്ടാൽ തന്നെ അറിയാം, അല്ലെങ്കിൽ രോഗത്തിന്റെ പേര് കേട്ടാൽ അറിയാം. കമ്പ്യൂട്ടറും അതേപോലെ സെൽഫോണും അല്ലെ ടാബുകളും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപകരണങ്ങൾ, ഇങ്ങനെയുള്ള ഉപകരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിൽ കണ്ണതിങ്ങനെ സൂക്ഷിച്ച് അതിൽ തന്നെ കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയാം. അപ്പൊ കണ്ണ് കുറെ നേരം ഇങ്ങനെ അടയ്ക്കാതെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് വരണ്ടു പോകാൻ കാരണമായിട്ട് മാറും. അപ്പൊ കണ്ണിന്റെ ഫോക്കസ് ചെയ്യാനുള്ള നമ്മളെ കഴിവിനെ ബാധിക്കും. തലവേദന ഉണ്ടാവുക, അതേപോലെ കണ്ണ് വരണ്ടു പോവുക, കണ്ണിന് ഓവർ പ്രഷർ ഇല്ല അല്ലെ, അമിത സമ്മർദ്ദം നേരിടുക. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കുറെ രോഗങ്ങൾ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ രോഗങ്ങൾ വിറ്റാമിൻ എ ആയിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള രോഗം എന്ന് പറയുമ്പോൾ നിശാന്തത, സിറോഫ്താൽമിയ ഓർമ്മിച്ചു വെക്കുക. ബാക്കി എല്ലാ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണെങ്കിൽ പോലും അതൊന്നും ഡയറക്റ്റ് വൈറ്റമിൻ എ ആയിട്ട് ബന്ധമുള്ള രോഗമല്ല. ഓരോന്നിനും ഓരോ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അതേപോലെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. മയോപ്പിയ എന്ന് പറയുന്ന ഒരു രോഗം അല്ലെ. അവിടെ നമ്മൾ കേട്ടല്ലോ, മയോപ്പിയ ഓപ്ഷനിൽ കണ്ടതാണ്. മയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതാണ്? ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്ന രോഗത്തിന്റെ മറ്റൊരു പേരാണ്. ഹ്രസ്വദൃഷ്ടിന്റെ വേറെ പേരാണെന്ത്? മയോപ്പിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് ഇത്. കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് ഓർമ്മിച്ചു വെച്ചേക്കുക. ഇതെന്താ പ്രശ്നം? എന്താ ഇതുകൊണ്ടുള്ള കുഴപ്പം? എന്താ? നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി
കാണാം, ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ. ഓക്കെ, അടുത്തുള്ളത് കാണാം, അടുത്തുള്ള വസ്തുക്കളെ കാണാം അല്ലെ, വസ്തുക്കളെ കാണാം, വ്യക്തമായി കാണാൻ കഴിയും, വസ്തുക്കളെ കാണാം. അകലെയുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റാതെ നമ്മൾ പറയില്ലേ, ഷോർട്ട് സൈറ്റഡ്നെസ് ആണെന്ന് പറയില്ലേ അല്ലെ. അപ്പൊ അകലെയുള്ളത് കാണാൻ കഴിയാത്ത അവസ്ഥ, കാണാൻ കഴിയാത്തത്. ഓക്കെ, ജസ്റ്റ് അങ്ങനെ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഹ്രസ്വദൃഷ്ടി. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എന്താ, ഹ്രസ്വദൃഷ്ടി എന്നാണ്. ഹ്രസ്വം, അടുത്തുള്ളതേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെയാണോ കാണാൻ പറ്റുന്നത് അത് വെച്ചിട്ട് രോഗത്തിന്റെ പേര് ആലോചിച്ച് നോക്കുക. അപ്പൊ ഹ്രസ്വം, അടുത്തുള്ളത് കാണാം, എപ്പോ ഹ്രസ്വദൃഷ്ടി. അകലെയുള്ളത് കാണാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നേരെ ഇനി തിരിച്ചാണെങ്കിൽ ചിലർക്ക് അടുത്തുള്ളത് ക്ലിയർ ആവില്ല, ദൂരെയുള്ളത് ക്ലിയർ ആവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ദീർഘദൃഷ്ടി എന്നാണ് പറയാ, ദീർഘദൃഷ്ടി എന്നാണ് പറയാ. ആ രോഗത്തിന്റെ വേറൊരു പേരെന്താണ്, ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ് പറയാം, ഹൈപ്പർ മെട്രോപ്പിയ. ഓക്കെ, ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ് പറയാം. ഓക്കെ, ഇതിന് പരിഹരിക്കാൻ ഇത് വന്നാലും നമ്മൾ കണ്ണട ഉപയോഗിക്കും അല്ലെ. അപ്പൊ ഏത് ലെൻസ് ഉള്ളതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിന് കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്, കോൺവെക്സ് ലെൻസ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഇത് എവിടെയുള്ളതാണ് കാണാം, അകലെയുള്ളത് കാണാം അല്ലെ, അകലെയുള്ളത് എന്ത് ചെയ്യാം, കാണാം, വ്യക്തമായിട്ട് കാണാം എന്നുള്ളത് ഓർമ്മിച്ചു വെച്ചേക്കാം. അടുത്തുള്ളത് നോക്കുന്ന സമയത്താണ് പ്രയാസം. അപ്പൊ എവിടെയുള്ളതാണോ കാണുന്നത് അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ അത് വെച്ചിട്ടാണ് പേരിടുക, ഹ്രസ്വദൃഷ്ടിന്നും ദീർഘദൃഷ്ടിന്നും. വേറെ പേരുള്ളത് ഓർമ്മിച്ചാൽ മതി കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ മയോപ്പിയ, ഹ്രസ്വദൃഷ്ടി എന്നൊക്കെ കണക്ട് ചെയ്യാൻ എന്ത് പറയുന്നത്, മയോപ്പിയ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മായാവിനെ ആലോചിച്ച് പോകും അല്ലെ. മയോപ്പിയ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് മായാവിനെ ആലോചിച്ച്, മായാവി ഒരു കേവിന്റെ ഉള്ളിലാണ് താമസിക്കുക അല്ലെ. കുട്ടൂസനും മായാവിക്ക് ഒരു കേവിലാണ്, ഗുഹയിലാണ് താമസിക്കുക. ഹ്രസ്വനേരം, കുറച്ചു നേരമാണ് കഥയിൽ നമുക്ക് മായാവിനെയൊക്കെ കാണാൻ പറ്റും അല്ലെ. അവസാനം രക്ഷിക്കാനൊക്കെ അല്ലേ വരിക. അപ്പം കേവിൽ താമസിക്കുന്ന ഹ്രസ്വനേരം വരുന്ന മായാവി, അങ്ങനെ ആലോചിച്ചാല് ആ 3 കാര്യങ്ങൾ കിട്ടും, മയോപ്പിയ, ഹ്രസ്വദൃഷ്ടി, കോൺകേവ്. അപ്പൊ ബാക്കിയുള്ളതിനെ നമുക്ക് കണക്ട് ചെയ്യാം, ദീർഘദൃഷ്ടി, ഹൈപ്പർ മെട്രോപ്പിയ, കോൺവെക്സ്. ഓക്കെ, റെഡി അല്ലേ, ക്ലിയർ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്, ജീവിതശൈലി രോഗം അല്ലാത്തത്? ഓക്കെ, സ്ഥിരം ചോദിക്കുന്നതാണ് അല്ലെ. ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളെ പറ്റി. പ്രമേഹം, ഫാറ്റി ലിവർ, ഹിമോഫീലിയ, പക്ഷാഘാതം, ഇതൊക്കെ ഡയറക്റ്റ് SCRT ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഏതാണ് ജീവിതശൈലി രോഗത്തിൽ വരാത്തത്, ഏതാ? യെസ്, ഓപ്ഷൻ സി ആണ്. ഹീമോഫീലിയ എന്ന് പറയുന്നതാണ് ജീവിതശൈലി രോഗത്തിൽ വരാത്തത്. എന്തുകൊണ്ട് വരാത്തത്? അപ്പൊ ഇത് ഏത് കൂട്ടത്തിൽ വരും? ഇതൊരു ജനിതക രോഗമാണ് അല്ലെ, ഇതൊരു പാരമ്പര്യ രോഗമാണ്, ജനിതക രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയന്റെ ലക്ഷണങ്ങൾ നമ്മൾ അല്ലെ കേട്ടിട്ടുണ്ടാവല്ലോ. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ, ഹീമോഫീലിയനെ നമ്മൾ രാജകീയ രോഗം എന്ന് പറയാറുണ്ട് അല്ലെ, രാജകീയ രോഗം അല്ലെ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താണ്, റോയൽ ഡിസീസ് എന്നൊക്കെയാണ് പറയാം. അപ്പൊ ഇംഗ്ലണ്ടിലുള്ള രാജകുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന രോഗമായതുകൊണ്ടാണ് ഇതിനെ രാജകീയ രോഗം എന്ന് പറയുന്നത്. അപ്പൊ അത്ര നല്ല രോഗമൊന്നും അല്ല അല്ലെ. എന്താ ലക്ഷണം എന്താണത്? മുറിവിൽ കൂടെ ഒരു മുറിവുണ്ടായാൽ എന്ത് ചെയ്യാണ്, അമിത രക്തസ്രാവമാണ്. മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഹീമോഫീലിയ എന്ന് പറയുന്നത്. മുറിവുണ്ടായ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയ്ക്കാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? അപ്പൊ ബാക്കിയുള്ളതെല്ലാം പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം എല്ലാം ജീവിതശൈലി രോഗത്തിൽ വരുന്നതാണ്. ഇതാണ് ജീവിതശൈലി രോഗം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിള്, ഓർമ്മിച്ചു വെക്കണം. 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഈ ചാപ്റ്റർ ഒക്കെ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. പ്രമേഹം കണ്ടല്ലോ, നമുക്ക് അറിയാം അല്ലെ, ഡയബറ്റീസ് എന്നല്ലേ നമ്മൾ പറയാ. ഡയബറ്റീസിനെ തന്നെ ഒന്നുകൂടെ നന്നാക്കി പറഞ്ഞാൽ അതിന്റെ പേരെന്താ, ഡയബറ്റീസ് മെലിറ്റസ്. ഓക്കെ, ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് നമ്മൾ പ്രമേഹത്തിനെ പറയുന്നത്. ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ കാരണം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയാം അല്ലെ. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഏത് ഗ്രന്ഥി ഉണ്ടാക്കുന്നേ, ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ നമ്മളെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി ഉണ്ടാക്കുന്ന 2 ഹോർമോണുകൾ ഉണ്ട് അല്ലെ, ഇൻസുലിനും ഗ്ലൂക്കഗോണും. ആ 2 ഹോർമോണും ചേർന്നാണ് ഗ്ലൂക്കോസിന്റെ അളവ് നിലനിർത്തുക. അപ്പൊ ഗ്ലൂക്കോസിനെ കുറയ്ക്കാൻ ആവശ്യം ഇൻസുലിൻ ആണ്. ഇൻസുലിൻ ഇല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂടും രക്തത്തിൽ, അതാണ് പ്രശ്നം അല്ലെ. രണ്ടാമത്തെ രോഗം എന്താണ്, ഫാറ്റി ലിവർ. പേര് പോലെ തന്നെ ലിവറിൽ ഫാറ്റ്. ലിവർ എന്ന് വെച്ചാൽ എന്താ, കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അപ്പൊ നമ്മൾ കൊഴുപ്പ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് ആ കൊഴുപ്പ് ശരീരത്തിന്റെ പല ഭാഗങ്ങൾ അടിഞ്ഞുകൂടും. അപ്പൊ കരളിലാണ് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫാറ്റി ലിവർ എന്ന് പറയും. അടുത്തത് എന്താ, പക്ഷാഘാതം അല്ലെ. സ്ട്രോക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ എന്താണ്, സ്ട്രോക്ക് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. സ്ട്രോക്ക് വന്നു, ശരീരത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പൊ ബ്രെയിനിനാണ് പ്രശ്നം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുക, അങ്ങനെ ബ്രെയിനിലേക്ക് ആവശ്യമായിട്ടുള്ള രക്തം എത്താതിരിക്കുക. അപ്പൊ അതിൽ കൂടെ ഓക്സിജനും ന്യൂട്രിയൻസ് ഒന്നും ബ്രെയിനിലേക്ക് എത്താതെ പോകും അല്ലെ. അപ്പൊ അങ്ങനെ രക്തപ്രവാഹം തടസ്സപ്പെട്ടാൽ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം തകരാറിലാവുകയും
അതിന് നേരെ ഓപ്പോസിറ്റ് ആയി വരുന്ന നമ്മുടെ ശരീരത്തിന്റെ ഭാഗം തളർന്നു പോകാൻ വരുന്ന അവസ്ഥയ്ക്കാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? അടുത്ത ജീവിതശൈലി രോഗം ഏതാ? അമിത രക്തസമ്മർദ്ദം അല്ലെ. അപ്പൊ നമ്മൾ അതിന് എന്ത് പറയാറുണ്ട്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാറുണ്ട്. ഹൈപ്പർ ടെൻഷൻ ആലോചിച്ച് വെക്കുക, ഇത് ചിലപ്പോൾ മലയാളത്തിലാക്കിയിട്ടും പറയാറുണ്ട് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ കാരണം. ഇപ്പൊ നമ്മുടെ രക്തധമനി രക്തക്കുഴലാണ്, ഇതിന് ഇത്രയും വ്യാസം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ ഇങ്ങനെ കൊഴുപ്പ് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഇതിന്റെ വ്യാസം എന്ത് ചെയ്യാണ്? മൊത്തത്തിൽ ഇങ്ങനെ കുറഞ്ഞു പോവാണ് അല്ലെ, വലുപ്പം കുറയാണ്. പിന്നെ അതിൽ കൂടെ രക്തം ഒഴുകുന്ന സമയത്ത് രക്തത്തിന് കൂടുതൽ പ്രഷർ ഇങ്ങനെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? BP കൂടുക, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അത് രക്തക്കുഴലുകൾ പൊട്ടിപ്പോവാനൊക്കെ കാരണമായിട്ട് മാറും. ഇനി അടുത്തത് എന്താ? ഹൃദയാഘാതമാണ് അല്ലെ. നേരത്തെ ബ്രെയിനിലേക്ക് എത്തിയില്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറഞ്ഞ പോലെ ഹൃദയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥയ്ക്കാണ് ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്ക് ഇവിടെ കാണാം, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, കൊറോണറി ധമനി. അപ്പൊ ഹൃദയത്തിന് രക്തം എത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ കൊറോണറി ധമനിയാണ്. അപ്പൊ മാറിപ്പോരെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നവരെ സിരകൾ എന്നും ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നതിനെ ധമനി എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ ആവശ്യമായ രക്തത്തിന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന് നിറയ്ക്കുന്ന സിരകളിൽ കൂടെ നിറയ്ക്കുന്നു, ധമനികളിൽ കൂടെ ശുദ്ധീകരിച്ച രക്തം പുറത്തു പോകുന്നു എന്നൊക്കെയാണ് പഠിക്കുന്നത്. ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഹൃദയത്തിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഓക്സിജനെയും പോഷക വസ്തുക്കളെയും കൊണ്ടു കൊടുക്കുന്ന ധമനിയാണ് കൊറോണറി ധമനി. ഓക്കെ, അപ്പൊ അതാണ് കാര്യം. ആ ധമനി, കാരണം ഹൃദയം എപ്പോഴും വർക്ക് ചെയ്യാണ്, അപ്പൊ ഹൃദയത്തിന് ശ്വസിക്കണ്ടേ, ഹൃദയത്തിന് ആവശ്യമായ പോഷകം കിട്ടണ്ടേ, അത് കൊടുക്കാൻ ഒരു സ്പെഷ്യൽ ധമനി ഉണ്ട്, അതിന്റെ പേരാണ് കൊറോണറി ധമനി. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇതേപോലെ രക്തക്കട്ടയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊഴുപ്പടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക് രക്തം എത്താതാവുകയും ഹൃദയം ഈ പമ്പിങ് പരിപാടിയൊക്കെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. അതിനാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. റെഡി, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജീവിതശൈലി രോഗത്തിലാണ് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത്. അതേപോലെ ജീവിതശൈലിയുടെ ഭാഗമാണ് നമ്മൾ പുകവലിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് പുകവലിയൊക്കെ എന്താണ്? ജീവിതശൈലിന്റെ ഭാഗം തന്നെയാണ് അല്ലെ. മദ്യപാനം, പുകവലി എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ചോദിച്ചാലും നമുക്ക് ജീവിതശൈലിയിൽ കണക്ട് ചെയ്ത് പറയാം. ഇതൊക്കെ നമ്മളെ ടെസ്റ്റ് തന്നെ കൊടുത്തതാണ്. പുകവലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ കാണുന്നത്. പുകവലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന് പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടാക്കും. ശ്വാസകോശം അല്ലാതെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ ബാധിക്കുന്നുണ്ടോ? ബ്രെയിനിനെ ബാധിക്കും അല്ലെ. പക്ഷാഘാതത്തിന് പുകവലിയും എന്തായി മാറാറുണ്ട്? കാരണമായിട്ട് മാറാറുണ്ട്. അതേപോലെ നിക്കോട്ടിനോട് വിധേയത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പുകവലിക്കുന്ന ആൾക്കാർക്ക് അതിനോടൊരു അഡിക്ഷൻ ഉണ്ടാവും. ആ അഡിക്ഷൻ ഉണ്ടാക്കാൻ കാരണം എന്താ? ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അതേപോലെ പുകവലിക്കുമ്പോൾ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാവും, ലങ് ക്യാൻസർ ഉണ്ടാവും, ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന രോഗം, എംഫിസിമ, ഇതൊക്കെ കേട്ടാൽ പുകവലിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന രോഗത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയാം. ഇതൊക്കെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രോഗമാണെന്ന് ഓർമ്മിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എംഫിസിമ ഏത് ഭാഗത്തിനെ ബാധിക്കുന്നതാണ്? അതേപോലെ ബ്രോങ്കൈറ്റിസ് ഏത് അവയവത്തിനെ ബാധിക്കുന്നതാണ്? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശ്വാസകോശമാണ് ഓർമ്മിക്കാം. കാരണം എന്താ? പുകവലിയാണ്. ഓക്കെ, അപ്പൊ ഇതിനെ ജീവിതശൈലി രോഗമായി കണക്കാക്കാൻ പറ്റും. ശരിയാണ്, നമ്മുടെ തെറ്റായ ജീവിതശൈലി കൊണ്ട് നമ്മൾ ഉണ്ടാവുന്ന രോഗങ്ങളാണ് അല്ലെ. ഇനി എന്താ? ഹാർട്ടിനെ ബാധിക്കുന്നു, ഹൃദയത്തെ ബാധിക്കുന്നു പുകവലി. എങ്ങനെയൊക്കെയാണ്? ഉയർന്ന രക്തസമ്മർദ്ദത്തിന് അത് കാരണം. അതാണ് BP ഉള്ള ആൾക്കാരും ഹൃദയത്തിന് പ്രശ്നമുള്ള ആൾക്കാരൊക്കെ സ്മോക്കിംഗ് ഒഴിവാക്കണം, പുകവലി ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം അതാണ്. ഓക്കെ, അതേപോലെ ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടാൻ പുകവലി കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ ധമനികൾ രക്തം പോകുന്ന സമയത്ത് രക്തക്കുഴലുകൾക്ക് വികസിക്കാനും ചുരുങ്ങാനൊക്കെ അവർ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പൊ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാനൊക്കെ കാരണമായി മാറും അല്ലെ. പ്രവർത്തനക്ഷമത കുറയൽ, ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമത, ഹൃദയത്തിന് രക്തത്തിനെ പമ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രവർത്തനം. ആ പമ്പിങ്, ആ ഒരു കപ്പാസിറ്റിക്ക് എന്ത് ചെയ്യും? ഹൃദയത്തിന് പിന്നെ കുറഞ്ഞു പോകാനൊക്കെ പുകവലി കാരണമായിട്ട് മാറും. റെഡി, ക്ലിയർ? അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് അല്ലെ? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചാൾസ് ഡാർവിൻ, MS സ്വാമിനാഥൻ, സലീം അലി, റേച്ചൽ കാൾസൺ. എല്ലാ ആൾക്കാരും പരിചയമുള്ള പേരാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഏത് ആൻസർ അറിയാലോ? റേച്ചൽ കാൾസൺ എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ഇനി ചാൾസ് ഡാർവിൻ ആരാ? ചാൾസ് ഡാർവിൻ ആരാ? പരിണാമം അല്ലെ, ഫാദർ ഓഫ് എവല്യൂഷൻ ആണ്. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് ആര് എന്ന് ചോദിച്ചാലാണ് ഇത് ചാൾസ് ഡാർവിനെ നമ്മൾ പറയാം അല്ലെ. സലീം അലി ആരാ? സലീം അലി ആരാ? സലീം അലിനെ പറയുമ്പോൾ നമ്മൾ പക്ഷികളെയാണ് ഓർമ്മ വരിക അല്ലെ. അപ്പൊ നമ്മള് പക്ഷി നിരീക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സലീം അലിനെ പേര് നമ്മൾ കേൾക്കാറ് അല്ലെ. സലീം അലി പക്ഷി നിരീക്ഷകനാണ്. ഇനി അതേപോലെ കുരുവിയുടെ പതനം, സലീം അലിന്റെ ആത്മകഥയാണ് കുരുവിയുടെ പതനം അല്ലെ, കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇനി MS സ്വാമിനാഥൻ അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പൊ പുതിയ SCERTന്റെ 7ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോ MS സ്വാമിനാഥന്റെ ഫോട്ടോ ഒക്കെ അതിൽ ആഡ് ചെയ്തതൊക്കെ കാണാം. അപ്പൊ എന്താണ്? ഇന്ത്യൻ
ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്, അല്ലെങ്കിൽ ഇന്ത്യയില് ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് അല്ലെ. ഹരിത വിപ്ലവം ഇന്ത്യയിലെ എന്നെടുത്ത് ചോദിക്കും. അതിന്റെ പിതാവാണ് ആര്? നമ്മളെ MS സ്വാമിനാഥൻ. ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന്റെ ഇംഗ്ലീഷ് ആണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? റേച്ചൽ കാൾസൺ ആണ് അല്ലെ. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാര്? ഇവിടെ സ്ഥിരം ഉള്ളതല്ലേ, നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കുന്നതാണ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഫാക്ട് ആണ്. ഇങ്ങനെ പല രീതിയിലും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഈ നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം ശരിക്കും എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ്? കീടനാശിനിയായ നമ്മുടെ DDT അല്ലെ, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് ഇതേപോലെ വരി ഉപയോഗിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നതാണ്. ഇങ്ങനെ ചോദിക്കും. DDT പോലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ സെന്റൻസ് എഴുതി പ്രതിപാദിച്ച് റേച്ചൽ കാൾസൺ എഴുതിയ പുസ്തകം ഏത്? അങ്ങനെ ചോദിക്കും. അപ്പൊ നിശബ്ദ വസന്തം ആൻസർ തിരിച്ചു പറയേണ്ടി വരും അല്ലെ. അപ്പം റേച്ചൽ കാൾസൺ എന്ന അമേരിക്കൻ ഗവേഷക എപ്പോഴാണ് എഴുതിയ? 1962 പ്രസിദ്ധീകരിച്ചതാണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ 62 പുസ്തകം പ്രസിദ്ധീകരിച്ചെങ്കിലും 1972 ഇങ്ങനെ ഈ പുസ്തകത്തിൽ DDT ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും നന്നായിട്ട് പറയുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണിത്. ഇതും പ്രീവിയസ് ചോദിച്ചതാണ്. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? അങ്ങനെയും ചോദിച്ചതാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ജീവികളെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളതാണ്. ഡോഡോ എന്ന് പറയുന്ന ഒരു പക്ഷീനെയും സഞ്ചാരി പ്രാവ്, ക്വാഗ എന്ന് പറയുന്ന ഒരു ജീവിനെയൊക്കെ അല്ലെ. അപ്പൊ ഇവരൊന്നും ഇന്ന് നമ്മൾ എത്ര പരിചയം എവിടെയും കേട്ട് അങ്ങനെ പരിചയമില്ലല്ലോ. എന്തുകൊണ്ടാ? ഇതൊക്കെ അറ്റുപോയ കണ്ണികൾ ആയിട്ടാണ് ഇവരെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? വംശനാശ ഭീഷണി നേരിട്ട് കഴിഞ്ഞവർ, ഇന്ന് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായവരാണ്. ഓക്കെ, വംശനാശം സംഭവിച്ച ചില ജീവികളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. ഇവിടെ ഒന്നാമത് കൊടുത്ത ഡോഡോ എന്ന് പറയുന്നത് പറക്കാൻ കഴിവില്ലാത്ത തരം ഒരു പക്ഷിയാണ്. അപ്പൊ എവിടെയാണ് ഉണ്ടായത്? അത് മൗറീഷ്യസിലെ ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. മൗറീഷ്യസ് ദ്വീപിൽ സാധാരണമായി കണ്ട ഡോഡോ എന്ന പറക്കാൻ കഴിവില്ലാത്ത പക്ഷി. ഇതാരാ? സഞ്ചാരി പ്രാവ്. എവിടെയാ? അമേരിക്കയിൽ ഉണ്ടായിരുന്നതാണ്. അമേരിക്കയിൽ ഇന്നില്ല. ഓക്കെ, സഞ്ചാരി പ്രാവ്. അതേപോലെ ഇത് കണ്ടില്ലേ, ക്വാഗ. ആ ജീവി എന്താ? സീബ്രേന്റെ ഒരു ടൈപ്പ് ആണ് അല്ലെ. അപ്പൊ എന്തായാലും ഇതെന്താ? കാട്ടു സീബ്രയാണ്. ആഫ്രിക്കയുടെ തെക്കൻ ഭാഗത്തിൽ ഉണ്ടായിരുന്ന കാട്ടു സീബ്രേന്റെ പേരാണിത് ക്വാഗ. അവരൊന്നും ഇന്ന് ഇല്ലാത്തവരാണ് കേട്ടോ. ചിലപ്പോൾ ടെക്സ്റ്റിൽ വേറെയും കുറെ ജീവികളെ പേരൊക്കെ ഇങ്ങനെ കാണാം. ആ കൂട്ടത്തില് ഇപ്പൊ വരയാട് ഉണ്ടാവും അല്ലെ, വരയാടിനെ കാണാറുണ്ട്. അതേപോലെ വേഴാമ്പലിന്റെ പേര് കാണാം, വേഴാമ്പൽ. മലബാർ വെരുക്. ഓക്കെ, മലബാർ വെരുക്. ഓക്കെ, സിവറ്റ് കാറ്റ് എന്ന് പറയില്ലേ, മലബാർ വെരുക്. അതുപോലെ ചില സസ്യങ്ങളെ പേര് കാണാം. മരമഞ്ഞൾ എന്ന് പറയുന്ന ഒരു സസ്യത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അശോകം എന്ന് പറയുന്നതിന്റെ പേര്. അങ്ങനെ കുറെ എണ്ണത്തിന്റെ പേര് ഇങ്ങനെ കൊടുക്കാം. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായിട്ടും പോയിട്ടില്ല, ഇവിടെ ഉണ്ട് അല്ലെ. പക്ഷെ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്നവരാണ്. ഓക്കെ, നേരിടുന്നവർ. അപ്പൊ ഇത് പറയുമ്പോ എല്ലാം ഒന്ന് തന്നെയാണോ? അല്ല അല്ലെ. ഇത് നേരിടുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇന്നുണ്ട്, എണ്ണം വളരെ കുറവാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരില്ലാതാവും. ഇവർ ഓൾറെഡി പോയി, ഇന്നില്ല, കംപ്ലീറ്റ്ലി ഇല്ലാതായി കഴിഞ്ഞ, വംശനാശ ഭീഷണി നേരിട്ട് കഴിഞ്ഞ അറ്റുപോയ കണ്ണികളാണ് ഈ 3 എക്സാമ്പിൾ കേട്ടോ. അപ്പൊ ഈ ഭാഗത്തുനിന്നും ഒരു പ്രീവിയസ് ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. കുറെ എണ്ണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്ന് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കൊടുക്കും. അപ്പൊ അവരെ നമ്മൾ മാറ്റി നിർത്തണം. അത് നേരിട്ട് കഴിഞ്ഞവരാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇവരെ 3 കൂട്ടത്തിൽ ഇതിൽ നിന്ന് ഒരെണ്ണം കൊടുത്താൽ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. റെഡി? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം. ഇതും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട 8ാം ക്ലാസ്സിന്റെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സിമ്പിൾ ആണ്. വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പഠിച്ചു വെക്കണം. ഇതൊക്കെ ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? ഇൻ സിറ്റു കൺസർവേഷൻ പഠിക്കുമ്പോൾ കിട്ടേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇൻ സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആണ് കൺസർവേഷൻ അല്ലെ. ഓരോ ജീവിയെയും അതിന്റെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയെ നിർത്തിക്കൊണ്ട് നമ്മൾ സംരക്ഷിക്കുന്നതിനെയാണ് ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയാം. ആ കൂട്ടത്തിൽ വരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ അവിടെ എന്താണ്? പെരിയാറുണ്ട്, ഇരവികുളമുണ്ട്, സൈലന്റ് വാലി, നീലഗിരി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാ ചോദ്യം? എന്താ ക്വസ്റ്റ്യൻ? വന്യജീവി സങ്കേതമാണ് ചോദിച്ചത്. ഓക്കെ, വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഏതാ വരിക? പെരിയാർ വന്യജീവി സങ്കേതം കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അതാണിത് ആൻസർ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇരവികുളം എന്താ? നാഷണൽ പാർക്ക് ആണ്, നാഷണൽ പാർക്ക് അല്ലെ. സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്നാണ് പറയാ. നീലഗിരി എന്താ? ബയോസ്ഫിയർ റിസർവ് ആണ്. ബയോസ്ഫിയർ റിസർവിന് എക്സാമ്പിൾ ആണ് അടുത്തത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഒന്ന് നോട്ട് ചെയ്യണം. ഈ ഭാഗത്ത് നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെ. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 ആളെ പേര് പഠിച്ചു വെക്കാറുണ്ട്. അതേപോലെ സുവോളജിക്കൽ പാർക്ക് അല്ലെ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക് എന്ന് ഓർമ്മിക്കും.
അപ്പൊ ഈ കൂട്ടത്തിലുള്ളവരിന്ന് എക്സിറ്റ്യൂവിൽ പെടുന്നത് ഏതാണ്, അല്ലാത്തത് ഏതാ എന്നൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ ഇൻസിറ്റു ആണ്, ജീവിനെ അവിടെ തന്നെ സംരക്ഷിക്കുന്നതാണ്. വന്യജീവി സങ്കേതം ഇവിടെ കാണാം. നമ്മൾ കൊടുത്ത സാധനം എക്സാമ്പിൾ ചോദിച്ചത് പേപ്പാറ, പെരിയാർ, വയനാട്, ഇതൊക്കെ എന്താണ്, വന്യജീവി സങ്കേതത്തിന് എക്സാമ്പിൾ ആണ്. നാഷണൽ പാർക്കിന് എക്സാമ്പിൾ ഏതാ, ഇരവികുളം ഉണ്ടല്ലേ, ഓപ്ഷനിൽ കണ്ട ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. കുറെ ചോലകൾ, നമ്മൾ ഒരു ചോലയുള്ള സമയത്താണ്, തണലുള്ള സമയത്താണ് പാർക്ക് പോകാന്ന് ആലോചിക്കുക അല്ലെ. ചോലകളും ഇരവികുളവും സൈലന്റ് വാലിയൊക്കെ എന്താ നാഷണൽ പാർക്കിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, വന്യജീവി സങ്കേതത്തിന് ഇംഗ്ലീഷ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്ന് പറഞ്ഞ് കൊടുത്തത് കാണാം. നാഷണൽ പാർക്ക് നമ്മൾ ദേശീയ ഉദ്യാനങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഇനി കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി റിസർവിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാ, മലപ്പുറം കോഴിക്കോട് ജില്ലയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലം കമ്മ്യൂണിറ്റി റിസർവിന് എക്സാമ്പിൾ ആണ്. എന്താണ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ മുൻപേയുള്ള ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. കമ്മ്യൂണിറ്റി റിസർവ് എന്താ, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശം, ആൾതാമസം ഉള്ള സ്ഥലത്താണ് അല്ലെ, ജനവാസ കേന്ദ്രങ്ങൾക്കിടയിൽ പ്രാധാന്യമുള്ള സ്ഥലത്തിനെ അവിടെയുള്ള കമ്മ്യൂണിറ്റിന്റെ സഹായത്തോടു കൂടി സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയാം. പക്ഷേ വന്യജീവി സങ്കേതമൊന്നും അങ്ങനെയല്ല, ജനവാസ മേഖലയല്ല. ഇതൊരു അല്ലെ ഒരു ഫോറസ്റ്റ് പോലുള്ള ഒരു വലിയൊരു ഏരിയ അങ്ങനെ തന്നെ സംരക്ഷിക്കുന്നതിനാണ് പറയാം. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ ഏരിയ ആണ്. അപ്പൊ അതിൽ കേരളത്തിലെ പ്രദേശങ്ങളും കൂടെ ഉൾപ്പെടുകയാണ്. കുറെ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ്. കേരളം കൂടെ ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളിൽ കേരളത്തിലെ പ്രദേശങ്ങൾ കൂടെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മിക്കാം. കാവുകൾ കൊടുത്തിട്ടുണ്ട്. കാവുകൾ വളരെ ചെറിയ, വിസ്തീർണം വളരെ കുറഞ്ഞ മനുഷ്യവാസ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചെറിയ മേഖലയാണ് കാവ്. അതിന്റെ എക്സാമ്പിൾ ഒന്ന് ഓർമ്മിച്ചു വെക്കണം. കാരണം കാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ ഏരിയ ഉണ്ട്, അതിന്റെ എക്സാമ്പിൾ പഠിക്കണ്ട. ദെൻ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആണ് നെക്സ്റ്റ്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ കുറച്ച് കാര്യങ്ങൾ അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ലിസ്റ്റിൽ പറഞ്ഞത് കാണാം. ലോകത്താകമാനമുള്ള 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 ഇന്ത്യയിലാണ്. അതാണ് പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ. ഇതൊക്കെ ഹോട്ട്സ്പോട്ടിന് എക്സാമ്പിൾ ആണ്. എന്ന് വെച്ചാൽ വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ള അങ്ങനെ കൊണ്ടിരിക്കുന്ന ജീവിയെ സംരക്ഷിക്കുന്ന അതീവ ശ്രദ്ധ ആവശ്യമായ പ്രദേശത്തിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ഇൻസിറ്റു കൺസർവേഷന്റെ കൂട്ടത്തിൽ വരുന്നതാണെന്ന് കൂടെ ഓർമ്മിക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഏതാണ് കാഠിന്യം? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ, എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? പല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനാമൽ. ഏതാണ്? ഇനാമൽ. പല്ലിന്റെ ഇനാമലാണ് ആൻസർ. അപ്പൊ എന്തായാലും ഓപ്ഷൻ എ കാണുന്ന സമയത്ത് നമുക്കറിയാം ഓപ്ഷൻ എയും പല്ലുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് അല്ലെ. തലയോടല്ല, സ്റ്റേപ്പിസ് അല്ല. സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ചെറിയ അസ്ഥിയാണ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിലുള്ള അസ്ഥി നോക്കിയാൽ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. എവിടെയാണ് കാണപ്പെടുന്നത്? ചെവിയിൽ കാണപ്പെടുന്നതാണ്. ചെവിക്കകത്ത് കാണപ്പെടുന്ന അസ്ഥിയാണ് സ്റ്റേപ്പിസ്, അറിയാലോ. ഇനി ഇവിടെ ഡെൻറ്റൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഡെൻറ്റൈൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പഴയ ടെക്സ്റ്റ് ബുക്കിലും പുതിയതിലും ഒക്കെ ഉള്ളതാണ്. പല്ലിന്റെ ഘടന പഠിക്കുമ്പോൾ ഇവിടെ കൊടുത്ത കാണാം. ഇനാമൽ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പല്ലിന്റെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ആവരണമാണ്, നിർജീവമാണ്, ജീവൻ ഇല്ലാത്തതാണ്. അപ്പൊ ഡെൻറ്റൈൻ ഓപ്ഷൻ കണ്ടതുകൊണ്ട് നോക്കാം. ഡെൻറ്റൈൻ എന്താ? പല്ലിന്റെ ആ ഇനാമലിന്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗം അല്ലെ. എന്നുവെച്ചാൽ പല്ല് നിർമ്മിച്ച ജീവനുള്ള കല ഏതാ എന്ന് ചോദിച്ചാലാണ് ഏത് പറയേണ്ടത്? ഡെൻറ്റൈൻ. ജീവനില്ലാത്ത നിർജീവമായ ബാഹ്യ ആവരണമാണ് ഏത്? നമ്മളെ ഇനാമൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളിലേക്ക് കാണപ്പെടുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗം രക്തക്കുഴലുകളും നാഡികളും അല്ലെ ലിംഫുകളും ഒക്കെ കാണപ്പെടുന്ന ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ചൂട്, തണുപ്പ്, വേദന ഇതൊക്കെ അറിയുന്ന പല്ലിന്റെ ഉള്ളിലേക്കുള്ള ഭാഗം, അവിടെയാണ് സെൻസേഷൻ കിട്ടുന്നത്. നാഡികളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയാണ് രക്തക്കുഴലും നാഡികളും ഒക്കെ ഉണ്ട്. പിന്നെ പുതിയ ടെക്സ്റ്റിലുള്ള ഒരു വേർഡ് ആണ് എന്ത്? ഡെൻഡോബ്ലാസ്റ്റ് എന്ന് കാണാം അല്ലെ. ഡെൻഡോബ്ലാസ്റ്റ് എന്ന് കൊടുത്തിട്ടില്ലേ? അതെന്താ? നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ കാണപ്പെടുന്ന ഭാഗമാണ്. പിന്നെ സ്ഥിരം ചോദിക്കുന്നതാണ് ഇത് സിമന്റം എന്ന് പറയുന്ന ഭാഗം. സിമന്റം, പല്ലിനെ ഇവിടെ സിമന്റ് ഇട്ട് ഉറപ്പിച്ചു എന്ന് ആലോചിക്കുകയാണെങ്കിൽ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകകല. നമുക്കറിയാം പല്ലിന് ആവശ്യമാണ് കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ, എല്ലിനും പല്ലിനും അല്ലെ. അപ്പൊ കാൽസ്യം ഇല്ലായെങ്കിൽ പല്ല് പെട്ടെന്ന് ഇളകിപ്പോകും. എന്തുകൊണ്ടാണ്? ഈ കാൽസ്യം ഇട്ടിട്ടാണ് ഇവിടെ ഉറപ്പിച്ചു നിർത്തിയത്. ഓക്കെ, റെഡി അല്ലേ? അടുത്തത് വിവിധ തരത്തിലുള്ള പല്ലൊക്കെ ഓർമ്മിച്ചു വെക്കുക. ഉളിപ്പല്ലുണ്ട്, കോമ്പല്ലുണ്ട്, അഗ്രചർവണകം, ചർവണകം അല്ലെ. ആഹാരം കടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? ഉളിപ്പല്ലുള്ളത്. ആകെ എത്രയാണ്? മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതം എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര എണ്ണമാണ്? 8 പല്ലാണ്. 8 ഉളിപ്പല്ലാണ് ഉള്ളത്. എണ്ണം ചോദിച്ചാൽ 8 ആണ് പറയേണ്ടത് കേട്ടോ. കോമ്പൽ എന്തിനു വേണ്ടിയിട്ടാ? ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്നതാണ് കോമ്പല്. മുകളിലും താഴെയായിട്ട് 4 എണ്ണം.
പിന്നെ അഗ്രചർവണകവും ചർവണകവും ആഹാരം ചവച്ചരയ്ക്കാനാണ്, രണ്ടും ചവച്ചരയ്ക്കാനാണ്. എണ്ണമാണെങ്കിൽ ഇതും 8 എണ്ണമാണ്. അവസാനത്തെ ചർവണകം 12 എണ്ണമാണ് ഉള്ളത്. റെഡി, ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ, ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഓക്കെ, ഏതാണ് പെരുകുന്നത്? അപ്പൊ HIV ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള രക്തകോശത്തിനെയാണ്, പ്രതിരോധ സംവിധാനത്തിനെയാണ്. പ്രതിരോധ സംവിധാനം എന്ന് പറയുമ്പോൾ ഏത് രക്തകോശമാണ്? WBC ആണ് പ്രതിരോധ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആണ് അല്ലെ, ശ്വേതരക്താണുവാണ്. ശ്വേതരക്താണുക്കൾ എത്ര തരമുണ്ട്? 5 തരമാണുള്ളത് എന്നറിയാം. ഒന്നാമത്തെ തരത്തിന്റെ പേരെന്താ? ന്യൂട്രോഫിൽ എന്നാണ് അല്ലെ, ന്യൂട്രോഫിൽ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തതാണ് ബേസോഫിൽ. ഓക്കെ, ന്യൂട്രോഫിൽ, ബേസോഫിൽ ഉണ്ട്. ആൻഡ് മൂന്നാമത്തത് ഈസിനോഫിൽ എന്ന് പറയുന്നതുണ്ട്. ഈസിനോഫിൽ എന്ന് പറയുന്ന രക്തകോശമുണ്ട്. പിന്നെ നാലാമത്തതാണ് ഇത് മോണോസൈറ്റ് ഉണ്ട്, മോണോസൈറ്റ്, മോണോസൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അഞ്ചാമത്തതാണ് ലിംഫോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇതില് ഏതിന്റെ സംവിധാനം ഉപയോഗിച്ചാണ് പെരുകുന്നത് എന്നാ ചോദിച്ചേ. ഏതാണ് ആൻസർ എന്നുള്ളത് അറിയാവല്ലോ? അറിയില്ലെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ലിംഫോസൈറ്റ് ആണ്, ലിംഫോസൈറ്റ്. അപ്പൊ എല്ലാവരും പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിലും പ്രതിരോധ പ്രവർത്തനത്തിന് അല്ലെ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് പണി കൊടുക്കുന്നവരാണ് ഏത്? ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനെയാണ് ബാധിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇത് നമ്മളെ ടെക്സ്റ്റ് തന്നെ കൊടുത്തതാണ്. എയ്ഡ്സ് എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? രോഗകാരി ഏതാണ്? വൈറസ് ആണ് അല്ലെ. ഏത് വൈറസ് ആണ്? HIV ആണ്. ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. ഹ്യൂമൺ ഇമ്മ്യൂണോ ആണ്. ഓക്കെ, ഇമ്മ്യൂണോ വൈറസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഇമ്മ്യൂണിറ്റിനെ, പ്രതിരോധ ശേഷിനെ നശിപ്പിക്കുന്ന വൈറസ് ആണ് അല്ലെ. അതാണ് അതിന്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ. അപ്പം രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് ഇവര് പെരുകുന്നത്. അങ്ങനെ നമ്മുടെ രക്തത്തിലെ ലിംഫോസൈറ്റിന്റെ എണ്ണം കുറഞ്ഞു പോകും. രക്തത്തിലെ ലിംഫോസൈറ്റിന്റെ എണ്ണം കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ശരീരത്തില് മറ്റുള്ള പല രോഗകാരികളും പെട്ടെന്ന് നമ്മളെ ഉള്ളിൽ കയറുകയാണ്. പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട് മറ്റുള്ള എല്ലാ രോഗാണുക്കളും കൂടെ ഒരുമിച്ച് നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറാൻ തുടങ്ങും. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഓർമ്മിച്ച് വെച്ചേക്കണം, സ്ഥിരം ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ കണക്റ്റഡ് ആയിട്ട് ചോദിക്കും. ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞാലും, ന്യൂട്രോഫിൽ എന്ന് പറയുന്നതും മോണോസൈറ്റ് എന്ന് പറയുന്നതും രോഗാണുക്കളെ പിടിച്ചു വിഴുങ്ങുന്നവരാണ് അല്ലെ. അതുകൊണ്ട് ഇവരെ രണ്ടാളെ നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് പറയാറുണ്ട്. ഫാഗോസൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നതാണ് കേട്ടോ. ഫാഗോസൈറ്റുകൾ രോഗാണുക്കളെ പിടിച്ചു വിഴുങ്ങുന്ന എന്നുള്ള അർത്ഥത്തിൽ ഫാഗോസൈറ്റ് എന്ന് പറയും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചു വെക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫാഗോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാ ഫാഗോസൈറ്റ്? മോണോസൈറ്റും ന്യൂട്രോഫിലും രോഗാണുക്കളെ പിടിച്ചു വിഴുങ്ങും. ഫാഗോസൈറ്റോസിസ് കാണിക്കുന്ന ഇവരെ നമ്മൾ ഫാഗോസൈറ്റുകൾ എന്നാണ് പറയാം. രോഗാണുക്കളെ പിടിച്ചു വിഴുങ്ങുക എന്ന് തന്നെ പറയും കേട്ടോ. വിഴുങ്ങുക ഈ വാക്കാണ് ഉപയോഗിക്കുക. രോഗാണുക്കളെയാണ് പിടിച്ചു വിഴുങ്ങുക. ഓക്കെ, റെഡി അല്ലേ? അടുത്തത് ഇത് എയ്ഡ്സ് പകരുന്ന മാർഗങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. മാർഗങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ കൂടെ, അതേപോലെ അമ്മയിൽ നിന്ന് അല്ലെ ഗർഭസ്ഥ ശിശുവിലേക്ക് പകരാം. പിന്നെ HIV ഘടകമുള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള HIV അടങ്ങിയ രക്തങ്ങളും അവയവങ്ങളും സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് HIV രോഗം പകരുന്നത്. അല്ലാതെ ഹസ്തദാനം കൊടുത്തതുകൊണ്ടോ ഒരേ പ്ലേറ്റിൽ ആഹാരം കഴിച്ചതുകൊണ്ടോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കൊതുക് കടിച്ചതുകൊണ്ടും ഒന്നും എയ്ഡ്സ് പകരുന്നില്ല എന്ന് ഓർമ്മിച്ചു വെക്കുക. ഈ മാർഗങ്ങളുടെ കൂടെയൊക്കെയാണ് പകരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അതും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. യൂറിയ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അമോണിയനെയാണ് നമ്മൾ യൂറിയ ആക്കിയിട്ട് ശരീരം മാറ്റുന്നത് അല്ലെ. ഇതാണ് അമോണിയ. അപ്പൊ ഇങ്ങനെയും ചോദിക്കുന്നതാണ്. അമോണിയ യൂറിയ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ആരാ ചെയ്യുന്നത്? അമോണിയനെ യൂറിയ ആക്കി മാറ്റുന്നത് ആരാണ്? കരളാണ് എന്ത് ആൻസർ. ഓക്കെ അല്ലെ? അപ്പൊ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? കരളാണ്. ഓക്കെ, അപ്പൊ ശരീരത്തിൽ രൂപപ്പെടുന്ന നൈട്രജൻ പോലെയുള്ള അടങ്ങിയ അമോണിയ പോലെയുള്ള വിഷവസ്തുക്കൾ എന്ന് പറയുമ്പോൾ അത് അത്രയും ശരീരത്തിന് ദോഷകരമാണ്. അതിനെ ദോഷകരമല്ലാത്ത യൂറിയ പോലെയുള്ള രൂപത്തിലേക്ക് മാറ്റണം. കരളാണ് മാറ്റുന്നത്. ഓക്കെ, മാറ്റുന്നത്. പക്ഷേ ആ യൂറിയനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത് ആരാണ്? നമ്മുടെ വൃക്കയാണ് കേട്ടോ. കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കുക. ശരീരത്തിൽ പ്രോട്ടീന്റെ ഒക്കെ ഉപാപചയം നടന്നു കഴിഞ്ഞാൽ കോശത്തിനകത്ത് രൂപപ്പെടുന്നതാണ് എന്ത്? അമോണിയ പോലെയുള്ള വിഷവസ്തുക്കൾ. ഇതിന് ശരീരത്തിന് പ്രശ്നക്കാരനാണ്. അമോണിയാക്കി നിർത്താൻ പ്രയാസമാണ്. അപ്പൊ അമോണിയനെ ഉടനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചില എൻസൈമുകളൊക്കെ സഹായത്തോടു കൂടി യൂറിയ എന്ന് പറയുന്ന രൂപത്തിലാക്കി മാറ്റുന്നതാരാ?
കരളാണ് അല്ലെ, കരളാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ഇതെന്താ, കരളാണ്. പിന്നെ ആ യൂറിയനെ മൂത്രത്തിൽ കൂടെ പുറന്തള്ളുന്നത് ആരാണ്, വൃക്കയാണ് പുറന്തള്ളുന്നത്. അപ്പൊ ഓർമ്മിച്ചു വെക്കണം കേട്ടോ. അമോണിയ രൂപപ്പെടൽ എവിടെയാണ് നടക്കുന്നത്, അമോണിയ രൂപപ്പെടൽ എവിടെയാ, കോശത്തിലാണ് അമോണിയ ഉണ്ടാകുക അല്ലെ, കോശത്തിലല്ലേ അമോണിയ ഉണ്ടാവുന്നത്. അത് എന്താ ചെയ്യുന്നത്, യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവം എന്ന് പറയുമ്പോൾ അത് വേഗം കരളിലെത്തി യൂറിയ ആയിട്ട് മാറുന്നു. ഓക്കെ, റെഡി അല്ലേ? അപ്പം കരളാണ്, യൂറിയ നിർമ്മാണം നടക്കുന്നു. യൂറിയ നിർമ്മാണം എങ്ങനെയാ നടക്കുന്നത്, അമോണിയന് കൂടെ അല്ലെ, അമോണിയന് കൂടെ ആരൊക്കെ ചേരുവാണ്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ ചേർന്നിട്ടാണ് യൂറിയ ആയിട്ട് മാറുക. യൂറിയ പുറന്തള്ളുന്നത് ഏത് അവയവത്തിന്റെ സഹായത്തോടു കൂടിയാണ്, വൃക്കേന്റെ സഹായത്തോടു കൂടിയാണ്. റെഡി, ക്ലിയർ? കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏതാണ്, പാവൽ അല്ലെ, പാവം ആരാ, പാവൽ എന്ന് പറയുമ്പോൾ പാവം ആരാണ്, പ്രിയങ്ക. ഇതൊക്കെ ഇതുപോലെ എപ്പോഴും ചോദിക്കുന്നതാണ്, പഴയ ടെക്സ്റ്റിലും ഒക്കെ ഉള്ളതാണ് അല്ലെ. ഓക്കെ, പാവം പ്രിയങ്ക എന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇതിൽ വേറെയും സ്ഥിരം നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്ന കുറെ ഇനങ്ങളൊക്കെയാണ്, തെങ്ങിന്റെ ഇനവും പയറിന്റെ ഇനവും ഒക്കെ ചോദിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഓർമ്മിച്ച് വെച്ചേക്കുക. നെല്ലിന്റെ ഇനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. നമ്മൾ കഴിക്കുന്ന പവിത്രമായ അന്നമാണ് അല്ലെ, ഹ്രസ്വ നേരം കൊണ്ട് നമ്മൾ കഴിക്കുന്ന പവിത്രമായ അന്നമാണ് എന്ത്, നെല്ല്. അങ്ങനെ കണക്ട് ചെയ്യാം. പയർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാ, ലോല, ലോലമായിട്ടുള്ള മാല, മാല പോലെയാണ് പയർ അല്ലെ. ഭാഗ്യലക്ഷ്മി, ജ്യോതിക, അതൊക്കെയാണ് പയറിന്റെ ഇനങ്ങൾ. പച്ചമുളക്, തീ കത്തുന്ന പോലത്തെ പേര് വേണമെന്ന് പറയില്ലേ, ഉജ്ജ്വല. പച്ചമുളക് കഴിച്ചാൽ തീ കത്തുന്ന പോലെ നമ്മൾ പുകയും അല്ലെ, ഉജ്ജ്വല, ജ്വാലാമുഖി. എന്നിട്ട് ഒരു അനുഗ്രഹം കിട്ടിയ പോലത്തെ ഫീല് നമുക്ക് വരുമ്പോൾ അനുഗ്രഹം. വെണ്ട എന്താ, കിരണാണ്, അനാമികയുണ്ട്, അർക്കയുണ്ട്, സൽകീർത്തി. അപ്പൊ അവരോട് ചോദിക്കണം, കിരണും അനാമികയും ഉണ്ട്, ആർക്കാണ്, നിങ്ങൾക്ക് ആർക്കാണ് സൽകീർത്തി വേണ്ടത്, ആരാണ് പറയിപ്പിക്കാത്തത് അല്ലെ. അപ്പം ആർക്കാണ് എന്ന് പറയുമ്പോൾ അർക്ക, സൽകീർത്തി വേണ്ടത് പറയുമ്പോൾ വെണ്ടേന നമുക്ക് കിട്ടും. വഴുതന എന്താ, സൂര്യ, ശ്വേത, ഹരിത, നീലിമ. വഴുതന പറയുമ്പോൾ നല്ല വയലറ്റ് കളർ ആലോചിച്ചൂടെ. അപ്പം വയലറ്റിനെ തൽക്കാലം നീലയായിട്ട്, പച്ച നിറത്തിലുള്ള വഴുതനയൊക്കെ കണ്ടിട്ടില്ലേ, ഇനി വെള്ളയുണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ പല കളറിലുള്ള വഴുതനയൊക്കെ കിട്ടണമെങ്കിൽ നല്ല സൂര്യപ്രകാശം വേണമെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ എന്താ, തക്കാളി അല്ലെ, മുക്തി, അനഘ, അക്ഷയ. അനഘയും അക്ഷയും ഒക്കെ തക്കാളി പോലെ എന്താ പറയാ, നല്ല തുടുത്താണെന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവും, മുക്തി കിട്ടും. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നൊക്കെ കേട്ടാൽ എന്തിന്റെ ഇനമാണ്, തെങ്ങിന്റെ ഇനമാണ് കേട്ടോ, സ്ഥിരം ചോദിക്കുന്നതാണ്. അതേപോലെ ഗംഗബോന്തം എന്നൊക്കെ പറഞ്ഞാൽ തെങ്ങിന്റെ ഇനത്തിന്റെ പേരാണ്. വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി, ഇതെല്ലാം തെങ്ങാണ്. ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി എന്നൊക്കെ പറഞ്ഞാലൊക്കെ തെങ്ങാണ്. ഇത് ടി എന്ന് പറയുമ്പോൾ ഇത് ടോളാണ്, പൊക്കം കൂടിയ തെങ്ങ് എന്ന അർത്ഥത്തിൽ ടോളിന്റെ ടി ആണ് കൊടുത്തത്. പൊക്കം കുറഞ്ഞൊരു തെങ്ങാണ് ചാവക്കാട് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡ്വാർഫ് എന്നാണ് ഇംഗ്ലീഷ് പറയാം. ആ ഡ്വാർഫിന്റെ ഡി ആണ് ഈ കൊടുത്തത് കേട്ടോ. അപ്പൊ ഡി ഇൻറ്റു ഡിയും ഡി ഇൻറ്റു ടി എന്നൊക്കെ പറഞ്ഞാൽ തെങ്ങായിട്ട് കണക്ട് ചെയ്ത് ഓർമ്മിക്കാം. ഇതാണ് ഇപ്പം പ്രീവിയസ് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ. പാവം ആരാണ്, പ്രിയങ്കയാണ് അല്ലെ, പ്രിയങ്കയാണ് പാവലിനം. ഇതാ എവിടെയാ വികസിപ്പിച്ച്, മണ്ണൂത്തി കാർഷിക സർവകലാശാലയിലാണ്. നമ്മൾ ഇവിടുത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന ഒരു ഇനമാണെന്ത്, ഈ പ്രിയങ്ക എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ചത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചത്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ്, ഏത് വർഷമാണ്? ചെറുധാന്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് മില്ലറ്റുകൾ എന്ന് പറയാറില്ലേ അല്ലെ, ധാന്യങ്ങൾ കഴിഞ്ഞിട്ട് അതിനേക്കാളും ചെറിയ മില്ലറ്റുകൾ, തെനകൾ പോലുള്ള സാധനങ്ങളൊക്കെ വരുന്ന മില്ലറ്റിലെ ഏത് വർഷമാണ്? ഇതൊരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. 2023 വർഷം. ഓക്കെ, അതേപോലെ പയർ, അന്താരാഷ്ട്ര പയറ് വർഷം ചോദിക്കല്ലേ, പയറ് 16, 2016 പയർ. ഓക്കെ, അപ്പം ഓർമ്മിച്ച് വെച്ചേക്കുക. ഇതെന്താണ്, ചെറുധാന്യമാണെങ്കിൽ 2023. നെക്സ്റ്റ്, സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് എന്നാണ് ചോദിച്ചത്. എത്രയാണ് ഇതിന്റെ തുക? ഇതൊക്കെ ഒരു ഓർമ്മിച്ച് വെക്കേണ്ട സ്കീമൊക്കെ ആയിട്ട് അല്ല, ആരോഗ്യ പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് എമൗണ്ട്? 5 ലക്ഷമാണെന്ന് അതിന്റെ ആൻസർ. ഓക്കെ, റെഡി അല്ലേ, ക്ലിയർ? അപ്പൊ എന്തായാലും നമ്മള് ഈ പറഞ്ഞ 10th പ്രിലിംസിന്റെ 3rd സ്റ്റേജും ക്വസ്റ്റ്യൻസും അതിൽ കൂടെയാണ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്. യൂസ്ഫുൾ ആയി കാണുന്നു വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും സൈലം PSC യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സ്പോട്ടിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.